ഈ ചോറ്റുപാത്രത്തിൻ്റെ ഓർമ്മകളിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് കാണിക്കുന്നത്. ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ചില ഫേവറേറ്റ് കോംബോ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒന്നാണ് കേട്ടോ. ഇത് അമ്പഴങ്ങയാണ്. നല്ല ഇളയ, അതായത് ഒട്ടും മൂക്കാത്ത ചെറിയ കണ്ണിമാങ്ങയേക്കാളും ചെറുത്, അത്ര ചെറിയ അമ്പഴങ്ങ അച്ചാറ്. നമ്മളിവിടെ ഉപ്പിലിട്ടതെന്നാണ് പറയുക, അമ്പഴങ്ങ ഉപ്പിലിട്ടത്. പിന്നെ ഈ വൻപയർ പല രീതിയിലും നമ്മൾ ഉണ്ടാക്കും കേട്ടോ. ഓലനായിട്ട് ഉണ്ടാക്കും, എരിശ്ശേരിയിൽ ചേർക്കും, പിന്നെ അത് മെഴുക്കുവരട്ടിയായിട്ട് തോരനായിട്ടൊക്കെ ഉണ്ടാക്കുമെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വൻപയർ വറ്റിച്ചതെന്ന് പറയും. തക്കാളിയും ഉള്ളിയൊക്കെ ചേർത്ത് വഴട്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ട് അമ്മ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ആ വൻപയർ വറ്റിച്ചത്. ഇനി കൂട്ടാനായിട്ട് പച്ചപ്പുളിശ്ശേരി എന്ന് പറയും. കുറച്ച് കുറുകിയ പാകത്തിനുള്ള കട്ടിപ്പുളിശ്ശേരി. പച്ചപ്പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ, കഷ്ണങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കണതാണ്. കഷ്ണങ്ങൾ ചേർത്താലും സ്വാദ് തന്നെയാണ്. പക്ഷേ നമ്മൾ പച്ചപ്പുളിശ്ശേരിയും പയർ വറ്റിച്ചതുമാണ് ശരിക്കൊരു നല്ല കോമ്പിനേഷനായിട്ട് ആ കുട്ടിക്കാലത്തെ ഓർമ്മയിൽ പറയുക. അപ്പോൾ അത് തന്നെയാണ് ഇന്നിവിടെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഇത് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോറ്റുപാത്രം. വളരെ സിമ്പിളായിട്ടാണ്. വേറെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള സമയം പൊതുവേ രാവിലെ കിട്ടാറില്ല. കാരണം രാവിലേക്കുള്ളതും ആവണം, ഉച്ചക്കേക്കുള്ളതും ആവണം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞത് ഇതാണ്. ഒരു 4-5 മണിക്കൂർ നേരം കുതിർത്തിയിട്ടുള്ള ഉണക്കപ്പയറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് 2-3 വിസിലടിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. പയർ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പച്ചപ്പുളിശ്ശേരി ഉണ്ടാക്കാം. പച്ചപ്പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളില്ലാത്ത പുളിശ്ശേരി. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ അരമുറി തേങ്ങ ചിരകിയത്, അതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളകാണ് ചേർക്കുക കേട്ടോ. ഇവിടെ വറ്റൽമുളകോ മുളക് പൊടിയോ നമ്മൾ ചേർക്കില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം ചേർക്കുക. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതിന് പകരം മോരൊഴിച്ചിട്ട് അരയ്ക്കുക. നല്ല പുളിയുള്ള മോര്, ഏകദേശം ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ നമ്മുടെ 2 ഗ്ലാസ് വരെയൊക്കെ എടുക്കാം കേട്ടോ. പച്ചപ്പുളിശ്ശേരിക്ക് വേണ്ടി അരച്ചത് നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്ന് കൽച്ചട്ടിയിലേക്ക് മാറ്റി മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. ഇത് വല്ലാതെ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് പതഞ്ഞു വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വറുത്തിടണം. ഇത് നന്നായിട്ട് പതഞ്ഞു വന്നു. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. നമ്മൾ വറുത്തിടുന്ന സമയത്തുണ്ടല്ലോ, കടുകിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഉലുവ വറുത്തിട്ടാലാണ് പച്ചപ്പുളിശ്ശേരിക്ക് സ്വാദ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉലുവയും അതുപോലെ 1/2 ടീസ്പൂൺ കടുകും 1 തണ്ട് കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയിട്ട് വറുത്തിടുകയും കൂടി ചെയ്താൽ എളുപ്പത്തിൽ തന്നെ പച്ചപ്പുളിശ്ശേരി റെഡിയാവും. ഒരു 1.5-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ചെറിയ സവാള. ഈ സവാള എല്ലാം എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ടാലും മതി കേട്ടോ. ഉള്ളി ഒന്ന് നിറം മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കണം. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം വരെ എടുക്കാം. ചെറിയ തക്കാളിയാണെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കണം കേട്ടോ. ഉള്ളിയേക്കാൾ കുറച്ചധികം തക്കാളി വേണം. ഉള്ളിയിലേക്കും തക്കാളിക്കും ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്താൽ മതി. തക്കാളി ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ പൊടികൾ ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പാർ പൊടി 1 ടേബിൾ സ്പൂൺ അളവിൽ. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാം നമുക്ക് ചെറുതീയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടിയും മുളക് പൊടിയും ഒരു 1/2 മിനിറ്റ് നേരം ചെറുതീയിലൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ചേർക്കാൻ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച പയറ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കാം. നമുക്കിത് കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് ഒരു ഓലനൊക്കെ ഉണ്ടാക്കണ ആ ഒരു പരുവത്തിലാണല്ലോ. ഇത്തിരി ഒരു ഗ്രേവിയും വേണം. തീർത്തും ഇങ്ങനെ വറ്റിച്ചെടുക്കരുത്, എന്നാൽ ഒരുപാട് ലൂസ് ആവുകയും ചെയ്യരുത്. ഈ ഒരു പാകത്തിൽ ആ പയറിലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അത് വളരെ എളുപ്പമാണ്, എന്നാൽ സാമ്പാർ പൊടിയൊക്കെ ചേർത്തിട്ട് ചെയ്യണത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്വാദുമാണ്. അപ്പം എല്ലാവർക്കും ഇതുപോലെ പൊതുവേ ചില കോമ്പിനേഷൻസ്, പ്രത്യേകിച്ചും ചോറ്റുപാത്രത്തിൽ നമുക്കിഷ്ടമുള്ള കോമ്പിനേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ എനിക്കിഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് ഇതുപോലെ പച്ചപ്പുളിശ്ശേരിയും പയറ് വറ്റിച്ചതും അതുപോലെ അമ്പഴങ്ങയും. അപ്പോൾ ഇതിൻ്റെ കൂടെ കടുമാങ്ങയേക്കാളും പൊതുവെ നന്നായിട്ട് ചേരുക അമ്പഴങ്ങ തന്നെയാണ്, പച്ചക്കടുകൊക്കെ ചേർത്തരച്ച അമ്പഴങ്ങ. അപ്പോൾ ഇതുപോലുള്ള പുതിയ ലഞ്ച് ബോക്സ് സീരീസുമായിട്ട് വീണ്ടും കാണാം.